അനാക്കോണ്ട പോലുള്ള വലിയ പാമ്പുകൾ തൻ്റെ ഇരയെ പിടിച്ച് അതിനെ ചുരുട്ടി മടക്കി അതിൻ്റെ എല്ലുകൾ മുറിച്ചാണ് അത് മരിക്കുന്നത് എന്ന് ചിലപ്പോഴെങ്കിലും നമ്മൾ വിചാരിച്ചിട്ടുണ്ടാവും. എന്നാൽ അത് തീർത്തും തെറ്റാണ്. ഈ പാമ്പുകൾ ഇരയെ പിടിച്ച് ചുരുട്ടി മടക്കുമ്പോൾ ആ ഇരയുടെ ബ്ലഡ് ഫ്ലോ തടസ്സപ്പെടുകയും കാർഡിയോക് അറസ്റ്റ് സംഭവിച്ചാണ് ആ ഇര മരിക്കുന്നത്. ഈ പാമ്പുകൾ ഇരയെ വിഴുങ്ങുന്നത് മൂത്രച്ചൂടുള്ള ഒരാൾ മൂത്രമൊഴിക്കുന്നത് പോലെയാണ്. വളരെ സ്ലോ ആയിരിക്കും. ചില സമയങ്ങളിൽ പാമ്പുകൾ ഇരയെ വിഴുങ്ങാൻ 3 മുതൽ 4 മണിക്കൂർ വരെ എടുക്കും. അതുപോലെ തന്നെ ഇരയെ പിടിച്ച് കഴിച്ചു കഴിഞ്ഞാൽ പാമ്പുകൾ ആ ഇര ദഹിക്കുന്നത് വരെ മറ്റൊരു ഇരയെ തേടിപ്പോവാറില്ല. പാമ്പുകളിൽ തന്നെ ചില പാമ്പുകൾ ഇര കിട്ടിയില്ലെങ്കിലും 2 വർഷത്തോളം ജീവിക്കാറുണ്ട്. പാമ്പുകൾ എന്നത് ജീവിതകാലം മുഴുവനും വളരുന്ന ഒരു ജീവിയാണ്. എന്നാൽ പാമ്പ് വളരുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ പാമ്പിൻ്റെ തോലും വളരാറില്ല. അതുകൊണ്ട് തന്നെ പാമ്പുകൾ ഇടയ്ക്കിടയ്ക്ക് അതിൻ്റെ തോൽ ഉരിക്കാറുണ്ട്. പാമ്പുകൾക്ക് മറ്റ് മൃഗങ്ങൾക്കും മനുഷ്യന്മാർക്കും ഉള്ളതുപോലെ കൺപോളയില്ല. അതുകൊണ്ട് തന്നെ പാമ്പിൻ്റെ കണ്ണിനെ പൊടികളിൽ നിന്നും രക്ഷപ്പെടുത്തുന്നത് ബ്രിൽ എന്നൊരു ട്രാൻസ്പാരൻ്റ് ലെയറാണ്. പാമ്പുകൾക്ക് കൺപോള ഇല്ലാത്തത് കൊണ്ട് തന്നെ ഉറങ്ങുമ്പോഴും പാമ്പുകൾ കണ്ണ് തുറന്നു വെച്ചാണ് ഉറങ്ങുന്നത്. പാമ്പുകൾ പല ടൈപ്പ് ഉള്ളതുപോലെ തന്നെ പാമ്പുകൾ പല ടൈപ്പിലും വേട്ടയാടും. എക്സാമ്പിൾ യാമാക്ക ഗാഷി എന്നൊരു പാമ്പുണ്ട്. ആ പാമ്പിന് വിഷമില്ല. എന്നാൽ ആ പാമ്പ് ഇരയെ വേട്ടയാടുന്നത് വിഷം ഉപയോഗിച്ചാണ്. മനസ്സിലായില്ല അല്ലേ? ഇപ്പോൾ പറഞ്ഞുതരാം. ഈ പാമ്പ് വിഷമുള്ളവരെ തവളയെ പിടിച്ച് ആ തവളയുടെ വിഷം സ്റ്റോർ ചെയ്ത് വെക്കും. എന്നിട്ട് ഈ സ്റ്റോർ ചെയ്ത് വെച്ച വിഷം ഉപയോഗിച്ച് വേറെ തവളയെ പിടിക്കും. എങ്ങനെയാണ് ഈ പാമ്പ് വിഷം ഉപയോഗിച്ച് ഇരയെ പിടിക്കുന്നത്? ലോകത്തിലെ ആക്ടിങ് അറിയാവുന്ന ഒരേ ഒരു പാമ്പാണ് ഇൻഡിഗോ എന്നൊരു പാമ്പ്. ഈ പാമ്പിന് ഏതെങ്കിലും ഒരു രീതിയിൽ അറ്റാക്ക് ഉണ്ടായാൽ ആ പാമ്പ് അപ്പം തന്നെ മരിച്ച പോലെ അഭിനയിക്കും. എന്നിട്ട് അപകടങ്ങളൊന്നും ഇല്ലെങ്കിൽ ആ പാമ്പ് അപ്പം തന്നെ അവിടുന്ന് ഓടിക്കളയും. പാമ്പുകളിൽ തന്നെ ഒരേ ഒരു പാമ്പ് മാത്രമാണ് കൂടുകൂട്ടി മുട്ടയിടുന്നത്. ആ പാമ്പിൻ്റെ പേരാണ് രാജവമ്പാല. ആ പാമ്പിൻ്റെ പേരാണ് കിങ് കോബ്ര. മറ്റു പാമ്പുകൾ എന്നത് ഇരുട്ടായ ഭാഗത്തോ അല്ലെങ്കിൽ ചപ്പ് ചവറകളിലാണ് മുട്ടയിടുന്നത്. എന്നാൽ രാജവമ്പാല മാത്രമാണ് ചുള്ളിക്കൊമ്പും ഇലകളും കൂട്ടി വെച്ച് ഒരു കൂടുണ്ടാക്കി അതിൽ മുട്ടയിടുന്നത്. രാജവമ്പാല കൂടുണ്ടാക്കി മുട്ടയിടുന്ന സമയത്താണ് വളരെയധികം അഗ്രസീവായിട്ടുള്ളത്. ഈ സമയങ്ങളിൽ രാജവമ്പാല അതിൻ്റെ കൂടിൻ്റെ അടുത്ത് മനുഷ്യന്മാരെയോ മറ്റു മൃഗങ്ങളെയോ ഒരു രീതിയിലും അടുപ്പിക്കാറില്ല. നമ്മൾ വെള്ളത്തിലൂടെ പോകുന്ന പാമ്പുകളെ കണ്ടിട്ടുണ്ടാകും, തറയിലൂടെ എഴയുന്ന പാമ്പുകളെ കണ്ടിട്ടുണ്ടാകും. എന്നാൽ പറക്കുന്ന ഒരു പാമ്പിനെ കണ്ടിട്ടുണ്ടാവില്ല. എന്നാൽ അങ്ങനൊരു പാമ്പുണ്ട്. ഈ പാമ്പുകൾ എന്നത് പാരച്യൂട്ട് വെച്ചോ അല്ലെങ്കിൽ ചിറക് വെച്ചോ അല്ല പറക്കുന്നത്. ഈ പാമ്പുകൾ ഉയരമുള്ള ഏതെങ്കിലും മരത്തിൻ്റെ മേലെ പോയി ഇരയെ കാണുമ്പോൾ അതിൻ്റെ മേലെ എടുത്ത് ചാടും. അങ്ങനെയാണ് ഈ പാമ്പുകൾ ഇരയെ പിടിക്കുന്നത്. ഈ പാമ്പുകൾക്ക് മൂക്കുകൊണ്ട് ശ്വാസം എടുക്കാൻ മാത്രമേ പറ്റുള്ളൂ. മറ്റ് മൃഗങ്ങളെപ്പോലെയോ മനുഷ്യന്മാരെ പോലെയോ മൂക്കുകൊണ്ട് മണം തിരിച്ചറിയാൻ കഴിയില്ല. അപ്പോൾ എങ്ങനെയാണ് ഈ പാമ്പുകൾ മണം തിരിച്ചറിയാൻ കഴിയുന്നതെന്ന് നോക്കിയാൽ, അപ്പോൾ ഈ പാമ്പുകൾ മണം തിരിച്ചറിയുന്നത് ഇടയ്ക്കിടയ്ക്ക് നാവ് പുറത്തിട്ട് നോക്കിയിട്ടാണ്. പാമ്പുകൾക്ക് ചെവിയില്ല. അതുകൊണ്ട് തന്നെ കാറ്റിലൂടെ വരുന്ന ശബ്ദം പാമ്പുകൾക്ക് തിരിച്ചറിയാനും കഴിയില്ല. അപ്പോൾ പാമ്പുകൾ എങ്ങനെയാണ് ശബ്ദം തിരിച്ചറിയുന്നതെന്ന് ചോദിച്ചാൽ, ഭൂമിയിലൂടെ വരുന്ന വൈബ്രേഷൻ വെച്ചാണ് പാമ്പുകൾ ശബ്ദം തിരിച്ചറിയുന്നത്. പിന്നെ നാട്ടിലുള്ളൊരു അന്ധവിശ്വാസമാണ് പാമ്പുകളെ തല്ലിയാൽ അത് മുത്തുപ്പാണ്ടി ഗ്യാങ്ങിനെ പോലെ പഴിവാങ്ങാൻ തിരിച്ചു വരുമെന്നത്. എന്നാൽ അത് തീർത്തും തെറ്റാണ്. പാമ്പുകൾക്ക് ഒരാളുടെ മുഖം ഓർമ്മ വയ്ക്കാനുള്ള മെമ്മറി പവറില്ല. ഇതുവരെ ഒരു പാമ്പും ഒരു തുള്ളി പാല് കുടിച്ചിട്ടില്ല. പിന്നെന്തിനാണ് മിൽമിൽ കൊണ്ട് പാലൊഴിക്കുന്നത് പോലെ പാമ്പിൻ്റെ മാളത്തിൽ പാലൊഴിക്കുന്നത്? അല്ലേ, ഇങ്ങനെ പാമ്പിൻ്റെ മാളത്തിൽ പാലൊഴിക്കുന്നതിൻ്റെ പിന്നാലെ വലിയൊരു രഹസ്യമുണ്ട്. പാമ്പിന് മീറ്റിങ്ങിന് സമയമെന്ന മാസങ്ങളിൽ പെൺപാമ്പിൻ്റെ ശരീരത്തിൽ നിന്നും ഒരു സ്മെല്ല് പുറത്തു വരും. ആ സ്മെല്ല് ആൺപാമ്പുകൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആൺപാമ്പുകൾ ജോഡി സിൻസിനെ പോലെ ഡോക്ടറിൻ്റെ വേഷത്തിലും പ്ലംബറിൻ്റെ വേഷത്തിലും പ്രിൻസിപ്പലിൻ്റെ വേഷത്തിലും പോലീസിൻ്റെ വേഷത്തിലും പെൺപാമ്പുകളെ തേടിയെത്തും. ഇതുകൊണ്ട് തന്നെ പാമ്പുകൾ മുട്ടയിട്ട് ഒരുപാട് പാമ്പുകൾ ഉണ്ടാവും. പാമ്പുകളുടെ ജനസംഖ്യ തടയാൻ പാമ്പുകളുടെ മാളത്തിൽ പാലൊഴിച്ചു കഴിഞ്ഞാൽ പെൺപാമ്പിൽ നിന്നും വരുന്ന സ്മെല്ല് പുറത്തു വരില്ല. പെൺപാമ്പുകളിൽ നിന്ന് സ്മെല്ല് പുറത്തു വരാത്തത് കൊണ്ട് തന്നെ ആൺപാമ്പുകൾ പെൺപാമ്പിനെ തേടി വരില്ല. അതുകൊണ്ട് മെയ്റ്റിംഗ് നടക്കില്ല. അങ്ങനെയാകുമ്പോൾ പാമ്പിൻ്റെ ജനസംഖ്യ വളരെയധികം കുറയുകയും ചെയ്യും. ഇതുകൊണ്ടാണ് പണ്ട് മുതലുള്ള ആൾക്കാർ പാമ്പിൻ്റെ മാളത്തിൽ പാലൊഴിക്കുന്നത്. അപ്പോൾ ബൈ.